ശരീരവും പരിശുദ്ധാത്മാവിൽ അങ്ങേ ദൈവത്തിന് യോഗ്യമായ പീഠമായിരിക്കാനായതിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദീമാതാനെ വെച്ച് സന്തോഷിക്കുന്ന ഞങ്ങളുടെ അവളുടെ ശക്തികളുടെ അപേക്ഷകളായി ലോകത്തുള്ള സകല ആപത്തുകളിലും നിത്യമനത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ശംശയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നുള്ളണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഞാൻ ഓടി വന്ന് നിന്റെ സഹായം തേടി മധ്യസ്ഥ ജനസ്ഥലം നിൽക്കുന്നു. നിന്റെ സഹായിരുന്നവരെ ലോകത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല എന്ന് ചെല്ലണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യാസി മറിയമേ, ദയുള്ള മാതാവേ, വിശ്വാസത്തിൽ ശരണപ്പെട്ട നിന്റെ ഉത്പാദങ്ങൾ ഞാൻ അണയുന്നു. തൊടേർപ്പെട്ട കണ്ണാർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു. അവർ ചുമനത്തിന്റെ മാതാവേ, എന്റെ അമ്മേ, എന്റെ അപേക്ഷ നീ ഉപേക്ഷിക്കാതെ അപൂർവം കേട്ടല്ലണമേ. ആമേൻ. നിശ്ചയ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹാ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഇന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. വിശ്വസിക്കുന്നു ഞാൻ താതാ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ സൂനുവേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ ആത്മനേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ പൂർണ്ണമായി ത്രിത്വത്തിൽ. എന്നധരം കൊണ്ടു ഞാൻ ഏറ്റു ചൊല്ലിയിടുന്നു, നീയാണെന്റെ രക്ഷകൻ, നാഥനും ക്രിസ്തുവും. എൻ ഘോര പാപങ്ങൾ എണ്ണി എണ്ണി മുട്ടിൽ ഇഴഞ്ഞു ഞാൻ വന്നിടുന്നു. കുംഭസാരക്കൂട്ടിൽ നിന്നു നീ മോചനമേകി അനുഗ്രഹിക്കണമേ. അനുതാപമോടെ ഞാൻ വിങ്ങി വിങ്ങി ക്രൂശിൻ ചുവട്ടിലായി നിന്നിടുന്നു. തിരുരക്തമൊഴുക്കി നീ എന്നെ ആപാദചൂടം ശുദ്ധമാക്കേണമേ. വിശ്വസിക്കുന്നു ഞാൻ താതാ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ സൂനുവേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ ആത്മനേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ പൂർണ്ണമായി ത്രിത്വത്തിൽ. എന്നധരം കൊണ്ടു ഞാൻ ഏറ്റു ചൊല്ലിയിടുന്നു, നീയാണെന്റെ രക്ഷകൻ, നാഥനും ക്രിസ്തുവും. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങും എന്നും പറയരുത്.
എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുവാനായി ഞങ്ങളെ ഒരുക്കുന്ന ഈ നിമിഷങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാലാമത്തെ നിത്യസത്യമായ വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ക്ലാസ്സിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുങ്ങുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ വരദാനത്താൽ നിറയ്ക്കണമേ. നിത്യപിതാവായ ദൈവമേ, സ്നേഹനിധിയായ അവിടുന്ന് തന്റെ ഛായയിലും സാദൃശ്യത്തിലും ആദി മാതാപിതാക്കളെ സൃഷ്ടിച്ചു. എന്നാൽ അവിടുത്തെ പദ്ധതി തിരിച്ചറിയാതെ കൽപ്പന ലംഘിച്ചു പാപത്തിൽ നിബന്ധിച്ചത് മൂലം മനുഷ്യകുലം മുഴുവനും നിത്യമരണത്തിന് അർഹരായി. എന്നാൽ അവിടുത്തെ അപരിമേയമായ സ്നേഹത്താൽ തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു. തന്റെ പിതാവിന്റെ അഭീഷ്ടമനുസരിച്ച് കുരിശുമരണത്തിന് കീഴടങ്ങി ഉദ്ധാനം ചെയ്തു. യേശുക്രിസ്തു മനുഷ്യകുലത്തിനെ വീണ്ടെടുത്തു നിത്യജീവൻ പ്രാപിക്കുവാൻ പ്രാപ്തരാക്കി. ഈ രക്ഷ കൈവരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നാഥ. മിശിയുടെ രക്ഷാധികാരിയായ പിതാവിനെയും അനിമേറ്റഡ് അച്ഛനെയും മിശിയുടെ സാരഥിയെയും കൂടെ ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്നവരെയും ക്രിസ്തോസ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് എന്നിവരെയും മിശിയുടെ ഈ 18ാമത്തെ ബാച്ചിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇന്നത്തെ ക്ലാസ് മനോഹരമാക്കുവാൻ വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഏവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ നാഥ. പരിശുദ്ധ അമ്മേ, അവിടുത്തെ വിമല ഹൃദയത്തോട് ഉയർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസം ഒരു പ്രകൃത്യാതീത ദാനമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നു, വിശ്വസിക്കണമെങ്കിൽ തന്നെ ദൈവത്തിന്റെ കൃപ വേണം. ഇന്ന് വിശ്വാസ സത്യങ്ങളിൽ ഒന്നായ വിശ്വാസ പ്രത്യുത്തരമാണ് നമ്മുടെ വിഷയം. വരുന്ന 1 മണിക്കൂറിൽ നമ്മൾ കടന്നു പോകുന്നത് വിശ്വാസ പ്രത്യുത്തരം എന്ന 4ാമത്തെ നിത്യസത്യങ്ങളിലെ കുറിച്ചാണ്. വളരെ നല്ല രീതിയിൽ ഭക്തി സാന്ദ്രമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ജെയിംസ് ചേട്ടനെയും ലിസമ്മ ചേച്ചിയെയും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാഗാനം പാടിയ ജോമി കെ ജോണിനെ നന്ദി. വചന വായനയും പ്രാർത്ഥനയും നടത്തിയ അലക്സ് ഫ്രാൻസിസ് ചേട്ടന് യേശുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഏറെ പ്രത്യേകമായി പ്രാർത്ഥനാ ആശീർവാദങ്ങളാൽ മിസ്യോ കൂട്ടായ്മയെ സമ്പന്നമാക്കുന്ന നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ അഭിമന്യ മാ ജോയ് ആൽപ്പാട്ട് പിതാവിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ സമാപനം സന്ദേശം നൽകുവാനും നമ്മെ ആശീർവദിക്കുവാനുമായി നമുക്കൊപ്പമുള്ളത് റവറൻഡ് ഫാദർ തേജസ് IMS ആണ്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ പ്രഘോഷണം നെഞ്ചിലേറ്റി ശരിയായ ദിശാബോധത്തോടെ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന ആലിസ് കുട്ടി ചേച്ചിയെയും നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചൻ ചേട്ടനെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ വിവിധങ്ങളായ ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെയും അതുപോലെ തന്നെ സമകാല ഭേദമന്യേ എല്ലാ തിരക്കും മാറ്റിവെച്ച് വചനമറിയാൻ, ഗ്രഹിക്കുവാൻ, ഈശോയോട് കൂടുതൽ അടുക്കുവാൻ മിസിയോ എന്ന കൂട്ടായ്മയുടെ വചനത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനാപൂർവം യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് പ്രൊക്ലമേഷൻ നടത്തുവാനായി ഡോക്ടർ ടെൻസി മാത്യുവിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ബിജു അഗസ്റ്റിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെയും ലോകം മുഴുവനും ആ സ്നേഹം അനുഭവിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്നും
അതിനുള്ള പരിഹാരമാർഗം ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയാണ് എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിലൂടെ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്, നമ്മുടെയും ലോകം മുഴുവന്റെയും. ഈ സദ്വാർത്ത ലഭിച്ച നമ്മൾക്ക് ദൈവപിതാവിന്റെ സ്നേഹപൂർവ്വമുള്ള ഈ വിളിക്ക് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ സ്വതന്ത്രമായ മനസ്സോടും ചിന്തയോടും കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരെയും ഹൃദയവാതിക്കൽ ദൈവപിതാവ് കാത്തിരിക്കുവാണ്. തന്റെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞ മനുഷ്യൻ തന്നിലുള്ള ആഴമായ വിശ്വാസത്തോടെയും ഉചിതമായ അനുതാപത്തോടെയും തന്നിലേക്ക് തിരിച്ചു വന്ന് താൻ വാഗ്ദാനം ചെയ്യുന്ന ആ ദൈവപുത്ര സ്ഥാനം അനുഭവിച്ചറിയാൻ വേണ്ടി. റോമ 10:17 നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പസ്തോല പ്രവർത്തനം 16:31 യേശു കർത്താവാണെന്ന് വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കാനുള്ള ഏക വഴി ഈശോയാണെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കി. ഇനി ഈ ഈശോയെ സ്വന്തമാക്കുവാൻ നാം കൊടുക്കേണ്ട പ്രത്യുത്തരമാണ് അവനിലുള്ള ആഴമായ വിശ്വാസവും തൽഫലമായി ഉണ്ടാകുന്ന അനുതാപവും. റോമ 10:9 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. നമ്മൾ പാപികളാന്നുള്ള തിരിച്ചറിവിൽ പൗലോസ്ലീഹ പ്രലപിക്കുന്നത് പോലെ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്നെ ആര് രക്ഷപ്പെടുത്തും? അതിനുള്ള ഉത്തരമാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. ദൈവപിതാവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഏകജാതനെ ഈ ലോകത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടാനായി, യോഹന്നാൻ 3:16 പറയുന്നത് പോലെ, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, താൻ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ നാം നമ്മുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ആഴമേറിയ വിശ്വാസവും അതും അനുതാപവും വഴി ദൈവത്തിലേക്ക് തിരിച്ച് അടുക്കുകയും നല്ലൊരു കുമ്പസാരത്തിലൂടെ ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കുകയും വേണം. നമുക്ക് കോടികളുടെ നിക്ഷേപം ഉണ്ടായിട്ടും അതൊന്നും അറിയാതെ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് കഴിയുന്നതെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ദൈവം നമുക്കായി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഭണ്ഡാകാരം അറിയാതെ നാം പാപത്തിലും പരിവട്ടത്തിലും സ്വയം പഴിച്ചും അന്യരെ പഴിച്ചും ജീവിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കും. നീതിമാനായ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ വിശുദ്ധീകരിക്കും. യോഹന്നാൻ 6:29 പറയുന്നു, ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തിയാണ് ദൈവം അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളത്. വീണ്ടും പൗലോസ്ലീഹ റോമ 12:2 ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ നമ്മുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് പാപം വഴി നമുക്ക് ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും പ്രകൃതിയോടും ഉള്ള ബന്ധങ്ങളിൽ വളരെയധികം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി കുമ്പസാരം വഴി വിശുദ്ധീകരണം പ്രാപിച്ച് നഷ്ടപ്പെട്ടു പോയ ഈ ബന്ധങ്ങളിലൊക്കെ രമ്യതപ്പെട്ട് നാം ദൈവപിതാവിന്റെ അടുക്കിലേക്ക് ഓടിയെടുക്കണം. TCC 142 പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ ഈ വിളിക്ക് നൽകുന്ന സമുചിതമായ പ്രത്യുത്തരമാണ് നമ്മുടെ വിശ്വാസം. ഇത് ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ്, ആരുടെയും നിർബന്ധം മൂലം ആകരുത്. ദൈവപിതാവ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചു കഴിഞ്ഞു.
ഇനി ഈ രക്ഷ നമ്മൾ സ്വായത്തമാക്കുകയാണ് ചെയ്യേണ്ടത്. ക്രിസ്തുനാഥൻ തന്റെ മനുഷ്യ ജീവിതവും പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴി രക്ഷണീയ കർമ്മം പൂർത്തിയാക്കി. ഈ രക്ഷണീയ കർമ്മം അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി കുമ്പസാരത്തിലൂടെ യേശുവിലേക്ക് തിരിച്ചെടുക്കണം. ഈ ഒരാഴ്ച നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തി എങ്ങനെ നമുക്ക് ഈ രക്ഷ സ്വായത്തമാക്കാമെന്ന് ചിന്തിക്കാം. മനുഷ്യന്റെ പാപത്തിന്റെ മൂലകാരണങ്ങളാണ് അവന്റെ മൂലപാപങ്ങൾ. അഹങ്കാരം, അസൂയ, നഹളം, കോപം, മോഹം, മടി, ദ്രവ്യാഗ്രഹം, കൊതി തുടങ്ങിയ മൂലപാവങ്ങളാണ് മനുഷ്യനെ പിന്നെയും പിന്നെയും തിന്മയിലേക്ക് വീഴ്ചകൊണ്ടിരിക്കുന്നത്. അതുപോലെ ദൈവം നമുക്ക് തന്ന 10 കൽപ്പനകൾ അത് രണ്ടായിട്ട് ചുരുക്കിയിരിക്കുന്നു, അല്ലെ സംഗ്രഹിച്ചിരിക്കുന്നു. എല്ലാറ്റിനും ഉപരി ദൈവപിതാവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് മനുഷ്യരെല്ലാവരും. അതുപോലെ തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ വരുന്ന വീഴ്ചകളാണ് നമ്മുടെ പാപങ്ങളെല്ലാം. നമ്മളൊന്ന് ആത്മശോധന ചെയ്തു നോക്കുക. ഏതെല്ലാം തരത്തിലാണ് നാം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുന്നത്? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നാം നമ്മുടെ കർത്താവ് ഈശോമിശിഹായെ സ്നേഹിക്കുന്നുണ്ടോ? ഈശോയ്ക്ക് നാം എല്ലാ കാര്യത്തിലും 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ഇതിലൊക്കെ വന്നുപോയ വീഴ്ചകൾ എന്തെന്ന് മനസ്സിലാക്കി എത്ര പ്രാവശ്യമാണ്, ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെ എല്ലാവരോടുമുള്ള ബന്ധങ്ങളിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് വീഴ്ചകൾ സംഭവിച്ചതെന്ന് നാം മനസ്സിലാക്കി ഇത് എഴുതി കുമ്പസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വലിയൊരു ആശ്വാസവും സൗഖ്യവും മാനസാന്തരവും സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് സ്വമനസാലെ രക്ഷിച്ചതിനുള്ള വിശ്വാസം ഏറ്റുപറയുക എന്ന പ്രത്യുത്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 10 കൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും നമുക്കും മറ്റുള്ളവരോടും സഹോദരങ്ങളോടും പറ്റിയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മളൊന്ന് പൂർണ്ണമായ ആത്മശോധന ചെയ്ത് വിശ്വാസം എന്ന ആ പ്രത്യുത്തരത്തിന് നമ്മെ തന്നെ യോഗ്യരാക്കണം. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത് പോലെ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് യേശുക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുകയും യഥാർത്ഥമായ മനസ്താപത്തോടെ കുമ്പസാരിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യുകയാണ് ഈ പ്രത്യുത്തരത്തിന് നമ്മൾ ചെയ്യേണ്ടത്. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയാനും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തെന്നുള്ള ആ വിശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും രൂഢമൂലമാകുകയും നമ്മെ രക്ഷിക്കുവാൻ ഈശോയ്ക്ക് എപ്പോഴും സാധിക്കുമെന്നുമുള്ള ആ ഉത്തമമായ ബോധ്യം നമ്മളിൽ നിറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിലേക്ക് നാം കടന്നു വരികയാണ് ചെയ്യുന്നത്. വിശ്വാസം ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. അത് നമ്മൾ ആർജിച്ചെടുക്കുന്നത് അല്ല. അബ്രഹാവും പരിശുദ്ധ കന്യാമറിയവും പൂർവ്വ യോസേപ്പും എല്ലാം ഈ വിശ്വാസത്തിന്റെ ഉദാത്തമായ മാതൃകകളാണ്. ദാവീദും തനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം എപ്പോഴും അടി ഉറച്ചിരുന്നുകൊണ്ടാണ് തനിക്ക് തെറ്റുപറ്റിയപ്പോൾ തന്നെ രക്ഷിക്കുവാൻ തന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് ഓടിയെടുക്കുന്നത്. മനുഷ്യരായ നമുക്ക് വീഴ്ചകളും കുറവുകളും തെറ്റുകളും ഒക്കെ സംഭവിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എല്ലാ അവസരങ്ങളിലും നമ്മെ കൈപിടിച്ച് നടത്തുവാൻ നമ്മുടെ ഈശോ തമ്പുരാൻ ഉണ്ടെന്നും അവിടുന്ന് നിത്യസഹായനായി തന്നെ പരിശുദ്ധാത്മാവ് ഈ എല്ലാ അപകട വഴികളിൽ നിന്നും നമ്മെ കൈപിടിച്ച് നടത്തും എന്നുള്ള ബോധ്യത്തോടെ യഥാർത്ഥമായ മാനസാന്തരത്തോടെ എപ്പോഴും ആ ദൈവപിതാവിന്റെ തൃക്കരങ്ങളിലേക്ക് ഓടിയെടുക്കാനുള്ള
ആത്മാർത്ഥതയും ശ്രമവും നമ്മുടെ അടുത്തിൽ നിന്ന് എപ്പോഴും ഉണ്ടാകണം. നിമിഷം നമ്മൾ ദൈവത്തോട് ഈശോയുമായിട്ട് അടിയുറച്ച വിശ്വാസത്തിലായിരിക്കുകയും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നാം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റുപറയാനുള്ള ഒരു എളിമ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കുമ്പസാരത്തിലൂടെ നമ്മുടെ തെറ്റുകളിൽ നിന്നുള്ള മോചനവും ശിക്ഷാവധിയിൽ നിന്നുള്ള മോചനവും നിത്യജീവനും നമുക്ക് ലഭ്യമാകുന്നു. ഓരോ കുമ്പസാരവും ഓരോ അനുരഞ്ജനവും നമുക്ക് ദൈവത്തോടും സഹോദരങ്ങളോടും പ്രകൃതിയോടും നമ്മെ കൂടുതൽ അടുപ്പിക്കുന്ന ആ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിലാണ് നാം എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. നമുക്ക് വേണ്ടി ദൈവം ഏറ്റവും അധികം താൻ സ്നേഹിക്കുന്ന സ്വന്തം പുത്രനെ തന്ന് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അവനെ ബലിയർപ്പിച്ചേക്കുവാണ്. ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും നാം പങ്കാളികളാകണമെങ്കിൽ, അവിടുത്തെ ആ രക്ഷ നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ അവിടുത്തോടുകൂടി നാമും പാപത്തിൽ മരിക്കണം. കുമ്പസാരത്തിലൂടെ നാം പാപത്തിൽ മരിച്ച് ക്രിസ്തുവിൽ നമുക്ക് നേടിത്തന്ന ആ രക്ഷ സ്വായത്തമാക്കി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം ഓരോ നിമിഷവും ഓരോ ചെറിയ കാര്യങ്ങളും എല്ലാം ദൈവത്തിന്റെ അറിവോട് കൂടെയാണെന്നാണ് ഡോക്ടർ ടെൻസി പ്രൊക്ലമേഷനിലൂടെ പറഞ്ഞത്. ദൈവമറിയാതെ തന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വളരെ മനോഹരമായി പ്രൊക്ലമേഷൻ നടത്തിയ ഡോക്ടർ ടെൻസി മാത്യുവിന് നന്ദി. അടുത്തതായി ടെസ്റ്റിമണി ചെയ്യുവാനായി ജെസി ജോസഫിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 40 വാക്യം. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതെ, എന്നോടും നിങ്ങളോടും ഈ കാലഘട്ടത്തിലും ഈശോ ചോദിക്കുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുകയില്ലേ? അങ്ങനെ വിശ്വസിച്ചതിന്റെ ഫലമായി എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജെസ്സി ജോസ് കവിയിൽ പാല രൂപതാംഗമാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ ഈശോയുമായുള്ള ഒരു വ്യക്തിബന്ധവും വളരെ അഗാധമായ ഒരു സ്നേഹവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ 12ാം ക്ലാസ് എത്തിയപ്പോൾ തന്നെ പുതിയ നിയമം ഫുള്ളായി വായിക്കുകയും ധ്യാനിക്കുകയും അതുപോലെ തന്നെ സ്വന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. +2 ശേഷം ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസിനായിട്ട് പാറ്റ്നയിലേക്ക് യാത്രയായി. അവിടെ നേഴ്സിംഗിനായിട്ട് ഞാൻ എത്തിച്ചേർന്നു. എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങളും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സാഹചര്യങ്ങളും എൻ്റെ പ്രാർത്ഥനാ ജീവിതമൊന്നും എനിക്ക് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എങ്കിലും വളരെ കഷ്ടപ്പെട്ടായിരുന്നാലും ഞാൻ 3 വർഷം എൻ്റെ പഠനം പൂർത്തിയാക്കി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോന്നു. നാട്ടിലെത്തിച്ചേർന്നു. ഉടനെ തന്നെ വിവാഹമായി, കുഞ്ഞായി. എന്നിരുന്നാലും എനിക്ക് ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊന്നും കടന്നു വരുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പഠിച്ചിറങ്ങി അവരെല്ലാവരും ഡൽഹി, ബോംബെ, സൗദി അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ നാട്ടിൽ കുഞ്ഞും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു, അങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് ഡൽഹിയിൽ ഒന്ന് എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേർന്നാൽ ഏതെങ്കിലും രീതിയിൽ എനിക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ ഡൽഹിക്ക് 1995 ഞാൻ ഡൽഹിയിൽ എത്തിച്ചേർന്നു. സങ്കീർത്തനം 55:22 പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഡൽഹിയിൽ ചെന്ന് ഡൽഹിയിൽ എസ്കോർട്ടിൽ എനിക്ക് ജോലി ലഭിച്ചു. കുഞ്ഞുണ്ട്, ജീവിത പങ്കാളിയുണ്ട്. ജീവിതം വളരെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്.
ഈ അവസരത്തില് സൗദിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടാകുകയുണ്ടായി. ALM ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. 2005 എനിക്ക് ആ ഇന്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് എല്ലാവരെയും പോലെ എനിക്കും അതിൽ സെലക്ഷൻ കിട്ടി. എൻ്റെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന അനവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും എൻ്റെ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്ത് അവരെയൊക്കെ ഇന്റർവ്യൂവിന് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അതിൻ്റെ കൂടെ എൻ്റെ ഇന്റർവ്യൂ നടന്നു. എന്നാൽ 1996 ആയപ്പോഴത്തേക്കും ഓരോ സെക്ഷൻ ബാച്ചുകൾ സൗദിക്ക് പോകാനായിട്ട് തുടങ്ങി. ആ സമയത്ത് നാട്ടിൽ നിന്ന് കുട്ടികൾ എൻ്റെ വീട്ടിൽ വരും. ഞാൻ അവരെയും കൊണ്ട് ഇന്റർവ്യൂ നടന്ന സ്ഥലത്ത് കൊണ്ടുപോകും. അവരെ എയർപോർട്ടിൽ കൊണ്ടുപോയാക്കും. അങ്ങനെ ഒരു 10-15 പേരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ യാത്രയാക്കി. എങ്കിലും നിർഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെത് മാത്രം എത്തിച്ചേർന്നില്ല. ഏഷ്യ 30:20 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. അങ്ങനെ വളരെ വിഷമത്തില് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഈ കുട്ടികളുടെയൊക്കെ കൂടെ ഏലമി ചെല്ലുമ്പോഴെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട്, എന്റെ എന്തുകൊണ്ടാ വരാത്തത്? ഇത്രയും നാളുകളായല്ലോ. 95 കഴിഞ്ഞു, 96 കുട്ടികൾ എല്ലാ മാസങ്ങളും തന്നെ കുട്ടികൾ പോവുകയാണ്. 96, 97, 98 ആയിട്ടും എൻ്റെ എത്തിച്ചേർന്നില്ല. എനിക്ക് വളരെ നിരാശയാണ്. എനിക്ക് വരാത്തതിനേക്കാൾ കൂടുതൽ വിഷമം ഞാൻ ഇവരെയും കൊണ്ട് എയർപോർട്ടിൽ പോകുമ്പോൾ, ഇവരെ കൊണ്ടുപോയി വിട്ട് ടാറ്റ പറഞ്ഞ് ബൈ പറഞ്ഞ് ഞാൻ തിരിച്ചു പോരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന വളരെ ദുഃഖകരമായ ഒരു വേദനയായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് സാധാരണ പോലെ ഡ്യൂട്ടിക്ക് പോകും. ഒരു ദിവസം ഞാൻ ഓർത്തു, എന്തായാലും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിന്റെ കാരണം എന്താണെന്നൊന്ന് അറിയണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വീണ്ടും ആ ഓഫീസിൽ ചെന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാൻ 14:1 പറയുന്നു. ഞാൻ ആ ഓഫീസിൽ ചെന്നപ്പോൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ അത് നേരത്തെ തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്ന കാര്യമാണ്. 99 ഞാൻ വീണ്ടും ഓഫീസിൽ ചെന്ന് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എൻ്റെത് മാത്രം ആവാത്തെ? എന്താണ് ഇതിന്റെ കാരണം? എനിക്കിതിന്റെ കാരണം അറിയണം എന്ന് പറഞ്ഞ് ഞാൻ വളരെ ദുഃഖത്തോടും വിഷമത്തോടും കൂടി ആ ഓഫീസിന്റെ അകത്ത് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും ഒന്നും അറിയില്ല. എന്നാൽ അവസാനം അവരെന്നോട് പറഞ്ഞു, വിഷമിക്കരുത്, നിന്റെ പാസ്പോർട്ട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു ദുഃഖത്തിന്റെ ഒരു അവസരമായിരുന്നു. കാരണം ഇനി എനിക്ക് ഇത്രയും സമയം നഷ്ടപ്പെട്ടു. ഇനി എനിക്കൊരു പാസ്പോർട്ട് എടുത്ത് എനിക്കിനി പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത്, ക്ലൈമറ്റിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത്, ജീവിതം വളരെ വളരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാതെ കണ്ട് ഞാൻ മുന്നേറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇന്നുപോലെ സൗദി എംബസി നമ്മുടെ ഡൽഹിയിലുള്ളത് നമ്മുടെ ഇവിടെ ഒക്കല തന്നെയാണല്ലോ ഉള്ളത്. അപ്പം നമുക്ക് നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ ആ ഓഫീസിന്റെ സൗദി എംബസിയിൽ ഞാൻ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നുവെങ്കിലും അവിടെ ഈ ബോംബ് ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ ആ ഓഫീസിന്റെ അടുത്തോട്ട് അവര് അടുപ്പിക്കുകയില്ല. എനിക്ക് ഒരു വിധത്തിൽ ഞാൻ ആ ഒത്തിരി സെക്യൂരിറ്റിയോട് അന്വേഷിച്ചു. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടത് എനിക്കൊന്ന് അന്വേഷിക്കാൻ ഞാൻ വന്നതാണ്. അവരൊരു കാരണവശാലും എന്നെ അകത്തോട്ട് കടത്തിവിടില്ല. എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും അപ്പോയിന്റ്മെന്റ് ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ ഒരു 10-15 ദിവസത്തോളം നിരന്തരം ഞാൻ എല്ലാ ദിവസങ്ങളിലും തന്നെ ഞാൻ എൻ്റെ ഇൻചാർജിനോട് പറഞ്ഞ്, എനിക്ക് ഈവനിങ് ഡ്യൂട്ടി എനിക്ക് ഇന്ന പോലെ ഒരു ആവശ്യ കാര്യത്തിന് വേണ്ടി പോകാനാന്ന് പറഞ്ഞുകൊണ്ട് അവരെനിക്ക് ഈവനിങ് ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് തരികയും ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും ഒക്കെ ആയിട്ട് ഈ ഓഫീസിന് മുന്നിലേക്ക് നിരന്തരം യാത്ര ചെയ്യുകയാണ്. എന്ന് ഞാൻ അവിടെ ചെല്ലും, ആ സെക്യൂരിറ്റി എന്നെ കാണുമ്പോഴേ ഓടിക്കും, നീ മാറി നിൽക്ക്, ഇവിടെ നിൽക്കാനുള്ള അനുവാദം നിനക്കില്ല, നീ മാറി നിൽക്കാൻ പറയും. ഇത്ര മീറ്റർ അകലെ നീ നിൽക്കാവൂ, നീ ഇങ്ങോട്ട് അടുത്ത് വരരുത് എന്ന് പറയും. അങ്ങനെ ഞാൻ ഈ ദിവസങ്ങളെല്ലാം നടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ആ ഓഫീസിന്റെ മുമ്പില് ഒരു 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 വാഹനം വന്ന് നിന്നു. ആ വാഹനം വന്ന് നിന്നപ്പോൾ അതിൽ നിന്നിറങ്ങിയ മാന്യനായ ഒരു വ്യക്തി, ആ വ്യക്തി അവിടെ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സഹോദരി ഈ കുട്ടിയും ഇങ്ങനെ നിൽക്കുന്നത് എന്ന്. ഇദ്ദേഹം എന്നെ നോക്കുകയും ഈ സെക്യൂരിറ്റിയോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇതാ പിറകിൽ നിന്ന് ദൈവത്തിന്റെ ഒരു സ്വരം എൻ്റെ കാതുകളിൽ മുഴങ്ങി,
നീ വേഗം ചെല്ല്, അദ്ദേഹത്തെ ചെന്ന് കാണ്. ഞാൻ ഒരു നിമിഷം കൊണ്ട്, എന്നെ ആരും വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല, ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കിട്ടിയ ആ 2 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടെന്നും ഇത്രയും വർഷമായെന്നും ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നും എന്ന് വേണ്ട എനിക്ക് പറയാൻ പറ്റത്തോളം കാര്യങ്ങൾ ആ വ്യക്തിയെ ഞാൻ ബോധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച നീ എത്രയും പെട്ടെന്ന് നിന്റെ പാസ്പോർട്ട് നമ്പരും കാര്യങ്ങളും ഈ സെക്യൂരിറ്റിയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അടുത്ത ആഴ്ച എന്നെ വന്ന് കാണണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് ഒരു കാരണവശാലും ഇവരെന്നെ കയറ്റി വിടില്ല. ഞാൻ വന്നിട്ട് 15 ദിവസങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്നെ കയറ്റി വിടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി കുട്ടി വരുമ്പം കയറ്റി വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് നമ്പരൊക്കെ എഴുതി കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി. പിന്നത്തെ ആഴ്ച എന്നോട് പറഞ്ഞ് ആ ദിവസം ഞാൻ ഈ സെക്യൂരിറ്റിയെ ചെന്ന് കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നിന്നെ ഞാൻ ഇപ്പൊ തന്നെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി ചെന്നു. അത് തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തില് ദൈവത്തിന്റെ ദൂത് അവിടെ വന്ന് പ്രവർത്തിച്ചതാണെന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈശോ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. എനിക്ക് അവിടെ ചെന്നത് പറയാനും അദ്ദേഹത്തെ കാണുവാനും സാധിച്ചത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അത് ചെന്ന് കണ്ടപ്പോഴേ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്റെ പാസ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന എനിക്ക് പിന്നീടുള്ള എൻ്റെ ചിന്ത എന്ത്, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത, ഈ 4 ലക്ഷം രൂപ ALM കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തി വെച്ചിരുന്ന കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. കാരണം എല്ലാവരെയും കയ്യിൽ നിന്ന് പൈസയൊക്കെ മറിഞ്ഞുപോയി. ഇനിയിപ്പോ ആരുടെ ഒന്നും ഞാൻ ചെയ്തിട്ടുമില്ല. ഈ അവസരത്തില് ദൈവത്തിന്റെ ദൂത് ശക്തമായ രീതിയിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് തരുവാനുള്ള, അതായത് ALM കൊടുക്കുവാനുള്ള 4 ലക്ഷം രൂപ നിനക്ക് ഞാൻ ഇളച്ചു തരികയും നിന്റെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാ സാധനങ്ങളുമായിട്ട് അദ്ദേഹം എനിക്ക് അത് സബ്മിറ്റ് ചെയ്യുകയും എനിക്കത് തരികയും ചെയ്തു. കർത്താവിന് നന്ദി പറയുവിൻ, സങ്കീർത്തനം 107:1. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. എൻ്റെ വിശ്വാസ ജീവിതത്തില് ഈശോയെ കണ്ടുമുട്ടിയ ഒരു നിമിഷമായിരുന്നു അത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ മിസ്സിയോ ഗ്രൂപ്പില് ഈ ഒരു അനുഭവം എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് അവസരം ഒരുക്കി തന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ഈശോയെ അറിയണമെന്നും ഈശോയുടെ സ്നേഹം അനുഭവിക്കണമെന്നും ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് കുമ്പസാരത്തിലൂടെ എല്ലാം എൻ്റെ വിവിധങ്ങളായ വിഷമങ്ങൾ ഞാൻ സമർപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആത്മീയമായ സന്തോഷവും സമാധാനവും ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയപ്പോൾ ലഭിച്ച ആ നന്ദിയുടെയും സ്തുതിപ്പിന്റെയും ജീവിതം ഇന്നും ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ തന്നെ വളരെ നന്ദിയോടെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏത് നിമിഷവും ഈശോയെ സ്തുതിക്കുവാനും ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ എനിക്കുണ്ടാകുന്ന നന്മകളെ മാത്രം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തില് നന്മയാകട്ടെ തിന്മയാകട്ടെ എന്തു വന്നാലും ഈശോ അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അവിടെയെല്ലാം ഈശോയ്ക്ക് നന്ദി പറയുവാനും അനുനിമിഷം ദൈവത്തെ സ്തുതിക്കുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്തുതിയുടെ ജീവിതം എന്നെ മറ്റുള്ളവരുടെ നിന്ദനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ എന്തു തന്നെ വന്നാലും അതിൽ നിന്നെല്ലാം എന്നെ മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ ജീവിതത്തില് ഇന്ന് ഈ മിസ്സിയോ ഗ്രൂപ്പിലൂടെ ഈ അവസരം തന്നതിന് നന്ദി പറയുകയും അതുപോലെ തന്നെ നമ്മളെ ഏവരെയും വിശ്വാസ ജീവിതത്തിലേക്ക് പ്രാപ്തരാക്കുവാൻ മിസ്സിയോ ഗ്രൂപ്പ് ഈ കൂട്ടായ്മയിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങളെയെല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ക്രൈസ്റ്റ്. തൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവം, വ്യക്തിപരമായ ദൈവാനുഭവം, അത് പറയുമ്പോൾ നിറമിഴികളോടെയാണ് ജിസി ചേച്ചി സംസാരിച്ചത്. ഏതൊരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ അങ്ങനെ മാത്രമാണ് ചെയ്യുവാൻ സാധിക്കുക. ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ അത്ഭുത കരസ്പർശം കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉള്ള യാത്രയാണ്, കണ്ണുമടച്ച് മുന്നോട്ട് പോകുന്ന യാത്രയാണ് വിശ്വാസ യാത്ര. വളരെ മനോഹരമായിട്ട് തൻ്റെ ജീവിത സാക്ഷ്യം, ദൈവാനുഭവം പങ്കുവച്ച ജെസി ചേച്ചിക്ക് നന്ദി അറിയിക്കുന്നു. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുവാനായി
മേഴ്സി തോമസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ബിജു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ രക്ഷയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അവന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന പ്രത്യുത്തരം. നമുക്ക് നൽകുന്ന എന്തു തന്നെ ആയാലും ആത്മാർത്ഥതയോടെ കൈ നീട്ടി വാങ്ങുമ്പോഴാണല്ലോ അത് നമ്മുടേതാകുന്നത്. അതിന് നമ്മുടെ സ്വതന്ത്ര മനസ്സുണ്ടാവണം. എങ്ങു നിന്നുമുള്ള നിർബന്ധം കൊണ്ട് ആവരുത്. അങ്ങനെ ഒരു സ്വീകരണമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇസ്രായേലിന്റെ വിമോചനം കാത്ത് കാത്ത് ദേവാലയത്തിൽ കഴിഞ്ഞിരുന്ന വയോധികനായ ശിമിയോന്റെ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. വിശ്വാസപൂർവം ദിവ്യ ശിശുവിന്റെ മുഖത്തേക്ക് നോക്കിയ ശിമിയോൻ സർവജനത്തിനുമുള്ള രക്ഷ ദർശിക്കുന്നു. ദൈവത്തിന്റെ ഭാഗത്തു നിന്നും മനുഷ്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. മനുഷ്യന്റെ പ്രത്യുത്തരത്തിനായി സ്വർഗം കാത്തിരിക്കുന്നു. CCC 142-ാം ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതുന്നു: കാറ്റിസ്മോ കാത്തലിക് ചർച്ച്, അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തന്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോട് എന്ന പോലെ സംഭാഷിക്കുന്നു. തന്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിതമായ പ്രത്യുത്തരമാണ് വിശ്വാസം. അദൃശ്യനായ ദൈവത്തിന്റെ പരമപ്രധാനമായ വെളിപ്പെടുത്തലാണ് രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് നൽകപ്പെട്ടത്. ആ ക്രിസ്തു നമ്മുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, അഥവാ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടെ നടന്ന് സ്വമിത്രങ്ങളോടെന്ന പോലെ സംവദിക്കുന്നു. എന്നിട്ട് അവിടുത്തെ മാറോട് ചേർക്കാനുള്ള ക്ഷണവും നൽകുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് ചേർന്ന് നിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് ആരായുന്നതും സ്വതന്ത്ര മനസ്സോടെ കൈകൊടുക്കുന്നതുമാണ് വിശ്വാസ പ്രത്യുത്തരമെന്ന് CCC നമ്മെ പഠിപ്പിക്കുന്നു. കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രമായ പ്രത്യുത്തരമാണ് വിശ്വാസം. CCC 142, 141 ഖണ്ഡികയിൽ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടുള്ള പ്രത്യുത്തരമാണ് ക്രൈസ്തവ ജീവിതം. ദൈവത്തിന്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ചും അവിടുത്തെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ പല വിധത്തിൽ പലരിലൂടെ പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സമ്പൂർണമായ വെളിപ്പെടുത്തലിനെ സ്വതന്ത്രമായി സ്വീകരിച്ച് സ്വന്തമാക്കുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതമെന്നും CCC നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മയുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായി നീതീകരിക്കപ്പെട്ടവരാണെന്നും നാം ഉറച്ച് വിശ്വസിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് പീഡ സഹിച്ച് മരിച്ചുയർത്ത യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്താണ് മരിച്ചതെന്ന ബോധ്യത്തിലേക്ക് ബോധപൂർവം വളരുന്നതും അവനോടുകൂടെ മാമുദീസായിൽ നമ്മളും മരിച്ചുയർത്തതാണ് എന്ന സത്യം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതുമാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന പ്രത്യുത്തരം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമ 10:17. ഒരുവൻ വിശ്വാസം ഉണ്ടാകുന്നത് വിശ്വസിക്കേണ്ട സത്യങ്ങളെക്കുറിച്ചുള്ള പ്രഘോഷണം കേൾക്കുന്നതിൽ നിന്നുമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മ ആഗമനത്തിന് ശേഷം പത്രോസും മറ്റു ശിഷ്യരും പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ തീർച്ചയായും യേശുവിനെ ഓശാന പാടിയവരെയും പിന്നീട് ഇവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചവരെയും അവനെ കാൽവരി വരെ അനുഗമിച്ച് അപമാനിച്ചവരെയും ക്രൂശിച്ചവരെയും ഒക്കെ കണ്ടു കാണണം. അതുകൊണ്ടാണ് നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസംഗം ആരംഭിച്ചത്. അവരുടെ കണ്ണിലെ തിളക്കവും ആത്മവിശ്വാസവും അവരുടെ ശക്തമായ വാക്കുകളും കേട്ടുകൊണ്ടിരുന്നവരുടെ ഹൃദയം കീറിമുറിച്ചു. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോട് മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. മനുഷ്യകുലം പാപത്തിൽ മരിച്ചവർ, യേശുക്രിസ്തു പാപത്തിന് മരിച്ചവൻ. റോമ 6:3. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? പാപത്തിൽ മരിച്ചവർ ഇനി പാപത്തെ ജയിച്ചവനിൽ മരിക്കണം. ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും ക്രിസ്തുവിനോടുകൂടി മരണപ്പെട്ടിരിക്കുന്നു. പാപത്തെ ജയിച്ചവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതാണ് അനുതാപം. റോമ 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എനിക്ക് വേണ്ടി മരിച്ചവന്റെ മരണം എൻ്റെ സ്വന്തമാക്കണമെങ്കിൽ ഞാനും അവനോടൊപ്പം ബോധപൂർവം മരിക്കണം. അവനിൽ ലോകത്തിന്റെ സകല പാപങ്ങളും മരിച്ചു. ഇനി അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ അവനോടൊപ്പം എൻ്റെ പാപങ്ങൾ മരിക്കുകയും എനിക്കും ഒരു ഉദ്ധാനം ലഭിക്കുകയും ചെയ്യൂ. I have been crucified with Christ and I no longer live, but Christ live in me. Galatians 2:20. യേശു ക്രിസ്തുവിനോടുകൂടി നാം എല്ലാവരും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്. നാം അത് തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കുന്നതാണ് അനുതാപം. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. റോമ 6:8. അവനോടുകൂടി മരിച്ചവർക്ക് മാത്രമേ അവന്റെ ഉത്ഥാനത്തിലും പങ്കുണ്ടാവൂ. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. റോമ 6:5. ഇത് വിശ്വസിക്കുന്നവർക്ക് പാപങ്ങളെ ഓർത്ത് അനുതപിക്കാതിരിക്കാൻ കഴിയുമോ? ഈ സത്യം തിരിച്ചറിയുന്നവരുടെ ഹൃദയം അവരറിയാതെ അനുതാപത്തിലേക്കും പാപങ്ങളുടെ ഏറ്റുപറച്ചിലേക്കും എത്തിച്ചേരും. യേശു നമുക്ക് വേണ്ടി ചെയ്തത് അനുരഞ്ജനം. നമ്മൾ പകരമായി ചെയ്യേണ്ടത് ദൈവത്തോട് അനുരഞ്ജനപ്പെടുക. മനുഷ്യരോട്, മറ്റ് സഹജീവികളോട്, കാലാവസ്ഥയോട്, സഭാ സംവിധാനങ്ങളോട്, ഉപദ്രവിക്കുന്നവരോട് എല്ലാവരോടും നമ്മൾ അനുരഞ്ജനപ്പെടുക. യേശു ക്രിസ്തുവിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കിയെങ്കിൽ നമുക്കും അനുരഞ്ജനപ്പെടാനുള്ള നിരവധി മേഖലകളുണ്ട്. അതെല്ലാം കണ്ടെത്തി അത്തരം എല്ലാ സാഹചര്യങ്ങളെയും അനുരഞ്ജനപ്പെടാൻ നമുക്ക് കഴിയണം. യേശു ചെയ്തത് പാപപരിഹാരം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങൾ ക്രമമായി ഓർക്കുകയും ഒന്നൊന്നായി ഏറ്റുപറയുകയും ചെയ്യുക. ക്രിസ്തുവിലൂടെ പാപപരിഹാരം ചെയ്തു കഴിഞ്ഞതിനാൽ നമ്മുടെ പാപഘടങ്ങളെ ഒന്നൊഴിയാതെ ഓർക്കാനും അത് ഏറ്റുപറഞ്ഞ് മുക്തി തേടാനും നമുക്കും ബാധ്യതയുണ്ട്. ഈശോ നമുക്ക് നീതീകരണം നൽകി. നമ്മൾ ചെയ്യേണ്ടത് കുറ്റബോധത്തിൽ നിന്ന്, അധമ ചിന്തകളിൽ നിന്ന് മോചനം നേടുക. സൗജന്യമായ സമ്പൂർണമായ നീതീകരണമാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ നീതീകരണത്തിൽ ഭാഗം പറ്റുമ്പോൾ മേലിൽ നിരാശയിലേക്കോ കുറ്റബോധത്തിലേക്കോ ആയിരിക്കാൻ നമുക്ക് അവകാശമില്ല. യേശു നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. പാപഭാരത്തിൽ നിന്നും ലോകബന്ധനങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായി മോചനം നേടണം. യേശു ക്രിസ്തുവിലൂടെ ദൈവം നേടിത്തന്ന സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മെ അലോസരപ്പെടുത്തുന്ന അടിമത്തത്തിന്റെ മേഖലകളെ പൂർണ്ണമായും തിരിച്ചറിയുകയും അതിൽ നിന്ന് മോചനം നേടുകയും വേണം. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. 1 യോഹന്നാൻ 1:8. ഈ ഭൂമിയിൽ കാൽ വെച്ച് നടക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കാലിൽ ചെളി പറ്റിയിട്ടില്ല എന്ന്? അതുപോലെയാണ് നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ. 1 യോഹന്നാൻ 1:9. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒന്ന് എളിമപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയാൻ തുനിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുന്നിടത്ത് ദൈവം 10 സ്റ്റെപ്പ് വെച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മെ വിശുദ്ധീകരിക്കുമെന്ന്
വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആത്മശോധനയ്ക്കായി ദൈവത്തോട് നമ്മുടെ ബന്ധം, തന്നോട് തന്നെയുള്ള ബന്ധം, പ്രപഞ്ചത്തോട്, മറ്റുള്ളവരോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ സ്വന്തക്കാരോട്, സുഹൃത്തുക്കളോട് നമ്മൾ ആത്മശോധന ചെയ്യുക. അവരോടുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ദൈവകൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ, മൂലപാപങ്ങൾ, ഇതെല്ലാം ടെസി നമ്മൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ ജീവിതാവസ്ഥ, ഉത്തരവാദിത്തങ്ങൾ, ഇതിലെന്തിനെങ്കിലും നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറയുക, നല്ല കുമ്പസാരം നടത്തുക, എല്ലാ കാര്യങ്ങളും എഴുതി തള്ളുക, എല്ലാറ്റിനോടും എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കുക. നിരുപാധിക ക്ഷമയെന്നാൽ ഒരിക്കലും ഓർക്കുക പോലുമില്ലാത്ത വിധത്തിൽ മനസ്സിൽ നിന്നും സർവഭാരങ്ങളും പാപബന്ധങ്ങളും വെറുപ്പും വിദ്വേഷവും ഒക്കെ പൂർണ്ണമായും മാഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ ഏറ്റുപറച്ചിൽ പൂർണ്ണമാവുകയുള്ളൂ. റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 6:47 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കുരിശിൽ കിടക്കുന്ന യേശു നിരപരാധിയാണെന്നും താൻ ശിക്ഷിക്കപ്പെട്ടത് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഉറപ്പോടെ മരണത്തോട് അടുക്കുന്ന ഈശോയ്ക്ക് അഭൗമികമായ രാജ്യമുണ്ടെന്ന ബോധ്യത്തോടെ അവിടുത്തെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ തന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച നല്ല കള്ളന് അപ്പോഴേ നൽകപ്പെട്ട ഉത്തരമാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ. 1 യോഹന്നാൻ 5:5 ദൈവത്തിൽ ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. 1 യോഹന്നാൻ 5:5 യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ലോകത്തിന്മേൽ വിജയം വരിക്കാനുള്ള ഏക മാർഗം രക്ഷിച്ചതിനുള്ള നമ്മുടെ വിശ്വാസമാണ്. ലോകത്തെ ജയിച്ചതിനുള്ള വിശ്വാസമാണ് ലോകത്തിന്മേലുള്ള വിജയമെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവനിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയാനും അവൻ്റെ നാമത്തിൽ പാപവിമോചനം നേടുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. വളരെ മനോഹരമായി സ്ലൈഡ് പ്രസന്റേഷൻ നടത്തിയ മേഴ്സി ചേച്ചിക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. അടുത്തതായി അനൗൺസ്മെന്റ്സ് ആണ്. വിസിയോ പ്രിലിം ബാച്ച് 18 മെയിൻ ഗ്രൂപ്പിൽ ഉള്ളവരിൽ സാധിക്കുന്ന എല്ലാവരും ശനിയാഴ്ചത്തെ മെയിൻ സെഷനിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമേ. ഏതെങ്കിലും കാരണവശാൽ നേരിട്ട് മെയിൻ സെഷനിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയാൽ ദയവായി സബ് ഗ്രൂപ്പ് മീറ്റിംഗിന് മുമ്പായി യൂട്യൂബ് ലിങ്കിൽ സെക്ഷൻ കാണേണ്ടതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിക്കുന്നുവെന്ന് ഒരു വോയിസ് മെസ്സേജ് ആയി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമാണുള്ളത്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെ കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 7012574557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക.
സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 4 വരെ തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ വെച്ച് മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9526038446 എന്ന നമ്പറിലോ 8921853500 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ച് മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകുവാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ ശ്രദ്ധിക്കണേ. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കുകയില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അടുത്തതായി വൈൻഡപ്പ് സെഷനായി പ്രൊഫസർ CC ആലിസ് കുട്ടി ആന്റിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ബിജു, താങ്ക് യു വെരി മച്ച്. തമ്പുരാന്റെ സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. പറഞ്ഞില്ലേ, യോഹന്നാൻ 3:16 നമുക്ക് നല്ല പരിചയമുള്ളതാണല്ലോ. തൻ്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടത് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചെന്ന്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം ഒത്തിരി വലുതാണ്. സെന്റ് അഗസ്റ്റിനൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ഇവരൊക്കെ പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായി, എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ നമ്മുടേതാക്കണം. ഒരു പേരുടെ സമ്മാനം തരം വരികയാണെങ്കിൽ കൈനീട്ടിയത് വാങ്ങിച്ചാലല്ലേ നമ്മുടേതാകുള്ളൂ. ദൈവം 2000 കൊല്ലം മുമ്പ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ എല്ലാം മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പോഴും അവൻ തൻ്റെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നമ്മളെ വിമോചിപ്പിച്ചു. എൻ്റെ പ്രിയപുത്രൻ രാജ്യത്തിലേക്ക് നമ്മളെ അനയിക്കുകയും ചെയ്തു. ഈശോ വന്ന് പറഞ്ഞില്ലേ, സമയം സമാഗതമായി ദൈവരാജ്യം ഇതാ വന്നു കഴിഞ്ഞു, വിശ്വസിക്ക്, മാനസാന്തരപ്പെട. അപ്പൊ ആ ഒരു വിശ്വാസ പ്രത്യുത്തരത്തെ പറ്റി നമ്മളിപ്പോ ഇവരെല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് വളരെ പേഴ്സണലാണ്. എൻ്റെ കയ്യിലാണ്. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ സമൃദ്ധിയായി. പാവി അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആത്മവഞ്ചന ചെയ്യുകയാണെന്ന് യോഹന്നാൻ ശ്രീയൊക്കെ പറഞ്ഞ് നമുക്കറിയാം. നമ്മളെല്ലാവരും തകർന്നു പോയ ആ സാഹചര്യത്തിൽ ദൈവം നമ്മളെ വീണ്ടെടുത്തു. അവർ ചോദിച്ചില്ലേ, പന്തക്കുസ്താ ദിവസത്തിലെ പ്രസംഗം കേട്ടപ്പോൾ, സഹോദരന്മാരെ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വിശ്വസിക്കേ, പാപങ്ങളെ കുറിച്ച് അനുഭവിച്ച് ഏറ്റുപറ. ലേഖനത്തിൽ പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണല്ലോ. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനും ആയതുകൊണ്ട് പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നിങ്ങളെ വിമോചിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ കയ്യിലാണ്. ഇന്ന് ഇതെങ്ങനെ ഈ രക്ഷ 2000 കൊല്ലം മുമ്പ് യേശുക്രിസ്തു നമുക്കായി വാങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ പാപമോചനം, ഈ രക്ഷ, ഈ പുതിയ ജീവൻ നമ്മുടേതാക്കാൻ നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും അറിയാതെ നമുക്ക് രക്ഷപ്പെടാനോ നമ്മളെ രക്ഷിക്കാനോ ആർക്കും, ദൈവത്തിനടക്കം ആർക്കും പറ്റില്ല. നമ്മുടെ കയ്യിലാണ്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇപ്പം നമ്മൾ പ്രൊക്ലമേഷനിലൂടെയും ഇതെല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കി. അപ്പം നമ്മുടെ ഈ ആഴ്ച ഇത് നമ്മുടെ സ്വന്തമാക്കാനുള്ള ആഴ്ചയാണ്. അപ്പം നമുക്കൊന്ന് ശരിക്ക് തകർന്നു കിടക്കുന്ന ഒരുപാട് തകർച്ച നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പേടിക്കണ്ട. എത്ര ഉണ്ടെങ്കിലും നമ്മളൊന്ന് വിശ്വാസത്തോടെ അങ്ങോട്ട് ചെന്നിട്ട്, കർത്താവേ ഇത്രയൊക്കെ തകർന്നു കിടക്കുക, അത് കർത്താവ് പറഞ്ഞതൊക്കെ ഞാൻ വീട്ടിൽ കഴിഞ്ഞതാ. നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്നൊന്ന് കണ്ടുപിടിച്ച്
അതൊക്കെ ഒന്ന് അവർ പറഞ്ഞല്ലോ, നമ്മളൊന്ന് ഈ ആഴ്ച നന്നായിട്ട് ഒരുങ്ങി നല്ലൊരു കുമ്പസാരം കഴിക്കുന്നത് നല്ലതാണേ. കഴിക്കണം, നല്ലതാണെന്നല്ല. ഈശോ എന്ന് പറഞ്ഞില്ലേ, സ്വർഗത്തിനും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഈ അധികാരമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുമോ അവ മോചിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് സഭയിലെ അപ്പസ്തലന്മാരെ വൈദികരെ തമ്പുരാൻ ഏൽപ്പിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ മോചിക്കാനുള്ള അധികാരം നമുക്കറിയാമല്ലോ. ഇപ്പൊ നമുക്ക് വേണ്ടി എൻ്റെ അപ്പൻ ബാങ്കിൽ കുറെ കാശിട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ കാശുണ്ടെന്ന് പറഞ്ഞ് നടന്നാൽ പോരല്ലോ. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അവൻ നിന്റെ ബാങ്കിൽ കിടപ്പുണ്ട്, പോയി എടുത്തോ. നമ്മൾ തന്നെ അവിടെ പോയി ചെക്ക് എഴുതി നമുക്ക് എന്തുമാത്രം വേണമെന്നുള്ളത് പറഞ്ഞെടുത്താൽ മതി. സമൃദ്ധി എത്ര എടുത്താലും നമുക്ക് കൂടി പോവുകയില്ല, ഒരു പ്രശ്നവും ഇല്ല. അത്രമാത്രം പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ സമൃദ്ധിയാണ്. ഈ ആഴ്ച നമുക്കൊന്ന് ഈ കർത്താവ് വീട്ടിയെടുത്തത് എന്തുമാത്രം ഉണ്ടോ അതൊന്ന് നമ്മുടെ സ്വന്തമാക്കാനുള്ള അവസരമാണെന്ന് നമുക്ക് ഓർക്കാം. ഇവരൊക്കെ നമ്മളോട് പറഞ്ഞു വരുന്നത് നന്നായിട്ടൊന്ന് ഒരുങ്ങാം, നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിക്കാൻ. പറഞ്ഞില്ലേ, ആ ബന്ധങ്ങൾ എവിടെയല്ല തകർന്നു കിടക്കുന്നത്. എന്നോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം, മറ്റുള്ളവരോടുള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധം, ആകെ മൊത്തം ടോട്ടലില്ലേ ഒത്തിരി തകർച്ചകളുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഈശോ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതൊക്കെ കിട്ടുമെന്ന്. കിട്ടിക്കഴിഞ്ഞ് ഇംഗ്ലീഷ് പറയുന്നത് ബിലീവ് ദാറ്റ് യു ഹാവ് ഓൾറെഡി റിസീവ്ഡ് ഇറ്റ്. ഓൾറെഡി റിസീവ്ഡാ, 2000 കൊല്ലം മുമ്പേ എല്ലാം പൂർത്തിയായതാ. ആൻഡ് യു വിൽ ഹാവ് ഇറ്റ്. എന്നാൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ പറഞ്ഞ് നമുക്ക് ഓർക്കാം. അതുപോലെ പറഞ്ഞില്ലേ, ബലിയർപ്പിക്കാൻ വരുമ്പോൾ അവിടെ ബലിപീഠത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഓർക്കുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി ആദ്യമേ ഗെറ്റ് റെക്കൺസൈൽഡ്, ആദ്യമേ പോയി അത് നേരെയാക്കിയിട്ട് വന്ന് നമ്മൾ കുർബാന ചൊല്ലുന്ന സിറോവാരുടെ കുർബാന ഞാൻ രഞ്ജിതരായി തീർന്നിടാവെന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത് തന്നെ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ക്ഷമ, അതുപോലെ നമ്മൾ ഇന്ന് മാത്രം വീഴ്ചകൾ ഇവിടെയെല്ലാം ഉണ്ട്. ഇതൊന്നും ഒരു ഇഷ്യൂവേ അല്ല. കർത്താവിൻ്റെ അതെല്ലാം ഞാൻ കടം വീട്ടിൽ കഴിഞ്ഞതാ മുഴുവനും. പക്ഷേ നമ്മളത് നമ്മുടേതാക്കണം. അപ്പം ഈ ആഴ്ച അങ്ങനെ നല്ലൊരു കുമ്പസാരം കഴിക്കാൻ ശരിക്കും ഈശോമിശിഹാ 2000 കൊല്ലം മുമ്പ് നമുക്ക് വേണ്ടി നേടിയെടുത്ത ആ മോചനം, ആ രക്ഷ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തമാക്കാനുള്ള അവസരമാണെന്ന് ഓർക്കാം. ഈ ആഴ്ച നന്നായിട്ട് ഒരുങ്ങിയിട്ട് നമുക്കൊന്ന് ആ പാപങ്ങളെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് ശരിക്കും അത് നമ്മുടെ സ്വന്തമാക്കാം. ബാങ്കിൽ പോയി ചെക്ക് എഴുതുന്ന പോലെ ഒരു ആഘോഷമാണ് കേട്ടോ. കർത്താവ് നേടിയെടുത്തത് നമ്മൾ നമ്മുടേതാക്കുക. സിമ്പിളാ. വിശ്വാസം എന്ന് പറയുന്നത് ഈശോ പറഞ്ഞില്ലേ, അവരെ സ്വീകരിച്ചവർക്കെല്ലാം, അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ്, അതിലേക്കുള്ള ഒരുക്കമാണ് കേട്ടോ. യോഹന്നാൻ 1:12. ഈശോയെ സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിച്ച് ജീവിതം കൊണ്ടേ അങ്ങോട്ട് സമർപ്പിക്കുമ്പോഴാ ശരിക്കും ഈശോ നേടിയെടുത്ത ജീവന്റെ സമൃദ്ധി നമ്മുടേതാകുക. അത് അടുത്ത ആഴ്ച നമ്മൾ അതിനുള്ള കാര്യങ്ങൾ പറയും, അടുത്ത ആഴ്ചകളിലൂടെ. ഇന്ന് ഓരോ ഘട്ടത്തിൽ അവിടെ എത്തുമ്പോൾ അന്നേരം ചെയ്യേണ്ട കാര്യം ചെയ്ത് വരുമ്പോഴാ അടുത്തതിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. നമുക്ക് ഒന്നും പേടിക്കാനില്ല, ശങ്കിക്കാനില്ല, എല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു. സ്വർഗത്തിന്റെ ഭാഗത്തു നിന്ന് രക്ഷാകര പദ്ധതിയിൽ ദൈവം ചെയ്യേണ്ടത് രക്ഷാകര കർമ്മം പൂർത്തിയാക്കി പദ്ധതി പൂർത്തിയാകണമെങ്കിൽ അത് നമ്മുടെ കരങ്ങളിൽ. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളത് തുറന്നെടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളത് സ്വന്തമാക്കുന്നില്ലെങ്കിൽ ആരെന്ത് പ്രസംഗിച്ചാലും നമ്മുടേതാവില്ല. അപ്പം പിന്നെ വിശ്വാസം കേൾവിയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു. ഈ ദൈവവചനം നമ്മൾ ഈ നാളുകളിൽ കേട്ടതെല്ലാം വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ആ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ, പ്രത്യേകിച്ചും യേശു രക്ഷകൻ എന്നുള്ള ക്ലാസ്, രക്ഷിച്ചു കഴിഞ്ഞാണെന്നുള്ള ക്ലാസ്സൊക്കെ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യവും കുറ്റപ്പെടുത്തിയിട്ട് കാര്യവും ഇല്ല. ഈ വചനം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അത് നമ്മൾ വിശ്വാസം കേൾവിയിൽ നിന്ന് അത് കേൾക്കുമ്പം നമുക്ക് വിശ്വാസം വരും. ആ വിശ്വാസ പ്രത്യുത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. ഞാനിത് വിശ്വസിക്കുന്നു,
കർത്താവെ, എൻ്റെ ഇത്രയും വലിയ കടങ്ങളൊക്കെ അവിടുന്ന് വീട്ടിൽ ഞാൻ നന്ദി പറയുന്നു. എന്നിട്ട് ഒന്ന് പോയി ചെക്ക് എഴുതി കൊടുത്ത് ഒരു അച്ഛൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ഞാൻ അവയെല്ലാം ഏറ്റു പറയുന്നു. അപ്പം എത്ര മനോഹര ഈശോയുടെ സ്ഥാനത്ത് നിന്നും ഉണ്ടായില്ലേ, നിന്റെ പാവങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തിൽ പൊക്കോളാൻ പറഞ്ഞിട്ട്. ഞാൻ അവർക്ക് പണ്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്നൊരു ജോസച്ചനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ കഥ, കഥയാണെങ്കിലും കഥയ്ക്കകത്ത് കാര്യമുണ്ട് കേട്ടോ. എന്താ പറഞ്ഞെന്നറിയോ, ഒരു പയ്യനെ 18-ാമത്തെ വയസ്സിൽ ഒരു സർക്കസ് കമ്പനിയിൽ പോയി ചേർന്നത്രേ. സർക്കസ് കമ്പനിയിൽ ചേർന്ന് ആകെ തിരക്കുള്ള നല്ലൊരു കമ്പനി, എന്നും പ്രോഗ്രാമാണ്. ഇവന്റെ ഐറ്റം സോമസോൾട്ട്, തലകുത്തി പറയുന്ന ഐറ്റമാ. അവനിങ്ങനെ എന്നും ബിസി ആയിട്ടിരുന്നു. ഒരു ദിവസം ഫ്രീ കിട്ടിയ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ, അന്ന് അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. ഇവനിങ്ങനെ നടക്കാനൊക്കെ പോയിട്ട് കുറേ കൊല്ലങ്ങളായി ചേർന്നിട്ട്. എന്നിട്ട് അവനിങ്ങനെ പോകുമ്പോഴായി വലിയ കൺവെൻഷനും ആൾക്കൂട്ടും ഒക്കെ കണ്ട്. അപ്പൊ അവനും ആ കൂട്ടത്തിൽ പോയി, വലിയ വെളിമ്പ്രദേശത്താ. അവനും പോയി അവിടെ ഇരുന്ന് കേട്ടു. അന്ന് പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും കുമ്പസാരത്തെക്കുറിച്ചും ഒക്കെയുള്ള സെഷനായിരുന്നു. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് അത് മുഴുവൻ അങ്ങ് കേട്ടെ. വിശ്വാസം കഴിയിരുന്നല്ലേ, ശരിക്കും അയാൾക്ക് നല്ല വിശ്വാസം കിട്ടി. അപ്പോഴാ ബോധം വന്നത്. എന്തുമാത്രം അദ്ദേഹം പോയിട്ട് ഒരുപാട് അച്ഛന്മാരിരുന്ന് ഇങ്ങനെ കുമ്പസാരിപ്പിക്കുന്നുണ്ട്. ഒരു ക്യൂവിൻ്റെ അറ്റത്ത് നിന്ന് ശരിക്കും ചെന്നൊരു കുമ്പസാരം അങ്ങ് കഴിച്ചു. എല്ലാം ഞാൻ 18-ാമത്തെ വയസ്സിൽ ചേർന്ന കൊല്ലം 20 കഴിഞ്ഞ് ഞാൻ ഈ സർക്കസ് കമ്പനിയിൽ ചേർന്ന്. പിന്നെ ഞാൻ കുർബാനയും കൂട്ടിയിട്ടില്ല, കുമ്പസാരിച്ചിട്ടുമില്ല. എനിക്ക് പോകാവുന്ന എല്ലാ വഴി കൂടെ എല്ലാ തോന്നിവാസം ചെയ്തെന്നൊക്കെ പറഞ്ഞ് കുമ്പസാരിച്ചു കേട്ടോ. കുമ്പസാരം എല്ലാം കഴിഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞു, നിന്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കോ. ഒരു കാര്യം ചെയ്യേ, ഒരു പ്രായശ്ചിത്തമായിട്ടൊരു 5 സ്വർഗസ്ഥനായ പിതാവിൻ നന്മ പറഞ്ഞൊരു നൃത്തം ചൊല്ലി കർത്താവിനെ കാഴ്ച വെച്ചിട്ട് പശ്ചാത്താപ പ്രകടനവും ചൊല്ലിക്കൊണ്ട് മനസ്സാപ്രകടനവും ചൊല്ലിക്കൊണ്ട് വയ്ക്കുക. ദൈവത്തിന് നന്ദി പറയുന്നത്. അപ്പൊ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടോ എന്ന് ചോദിച്ചു. അവനോടത്തെ ചെവി കേൾക്കാൻ പറ്റാത്ത അച്ഛനാണ്. ഞാൻ കേട്ടു. എന്നിട്ട് 5 സർവീസിനായ പിതാവെ ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിച്ചു. ഇത്രയും വലിയ പാപങ്ങൾക്കുള്ള പരിഹാരത്തിന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ, നിന്റെ സ്വർഗസ്വനായ പിതാവെ കൊണ്ടൊന്നും അല്ല, ഈശോമിശിഹാ കുരിശിൽ മരിച്ചു ചേർത്ത് വഴി പാപകടങ്ങളെല്ലാം വീട്ടിയതാണ്. നമ്മുടെ ഒരു കൃതജ്ഞതയാണ്, നന്ദിയായിപ്പോയി നമ്മളൊരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾ വീട്ടിൽ പോക്കോ, എല്ലാം കർത്താവ് മോചിച്ചെന്ന് പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷമായി. അവനവിടെ മാറി നിന്ന് മുട്ടുകുത്തി നിന്നിട്ട് മനസ്സാപ്രകടനവും ചൊല്ലി സ്വർഗസ്നായ പ്രായശ്ചിത്വം എല്ലാം ചൊല്ലി അങ്ങോട്ട് എഴുന്നേറ്റ്. ഇവൻ്റെ ഉള്ളിലങ്ങ് ഭയങ്കര സന്തോഷമാണ്. അവനങ്ങോട്ട് എഴുന്നേറ്റ് പതുക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് ഓരോട്ടം അങ്ങ് ഓടി അങ്ങോട്ട് ചെന്നിട്ട് ശരിക്കും ഒരു കുറെ തലകുത്തി പറഞ്ഞ്, അവൻ്റെ ഐറ്റം അതില്ലേ, സർക്കസ് എന്നും ചെയ്യുന്നതാ, കുറെ പ്രാവശ്യം തലകുത്തി പറഞ്ഞൊരു ഓട്ടം അങ്ങ് ഓടിയെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള വിധത്തിലല്ലേ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അച്ഛൻ്റെ കീഴിൽ നിന്ന് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ മാറി പോവുകയാണ്. അത് വലിയ പ്രധാനപ്പെട്ടതല്ല, ഞാനിത് പറയാൻ വേണ്ടിയാ, എന്നാലും ഉണ്ടായത് കൊണ്ട് നമ്മൾ അറിയണമല്ലോ. അപ്പൊ വോളണ്ടിയേഴ്സ് വന്നിട്ട് പറഞ്ഞതേ മറ്റേടത്തൊക്കെ ഭയങ്കര ഇടിയാണ്. അപ്പൊ ആ അച്ഛൻ്റെ അടുത്ത് ആരും ഇല്ലെന്ന്, ചേട്ടത്തി അങ്ങോട്ട് കയറി നിന്നു. അപ്പൊ ചേട്ടത്തി പറഞ്ഞത്രേ, പിന്നെ എനിക്ക് തലകുത്തി പറയാനൊന്നും പറ്റുകയില്ല എന്നും പറഞ്ഞ് അവർ മാറിയെന്ന് പറയുക. തമാശ. പക്ഷെ കാര്യം ആ ചേട്ടത്തി പറഞ്ഞത് പ്രായശ്ചിത്തമാണെന്നാ അവൻ തലകുത്തി പറഞ്ഞത്. അത്ര സിമ്പിളാ. അത് മതിയോ? നമ്മൾ വിശ്വാസത്തോടെ ശരിക്കും ഒന്ന് നല്ലോണം ഒരുങ്ങി നമ്മുടെ പാവങ്ങളെല്ലാം ഒന്ന് ഏറ്റു പറഞ്ഞാൽ അനുഭവിക്കും. ഓരോരുത്തരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, വലിയൊരു വെയിറ്റ് എടുത്ത് മാറ്റിയതുപോലെ ആ ഒരു സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാൻ കർത്താവ് നൽകുന്ന വലിയൊരു അവസരമാണ്. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഉള്ളത് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ അനുഭവം ഈശോമിശിഹാ നേടിയെടുത്തതിൻ്റെ പൂർണ്ണമായ അനുഭവത്തിലേക്ക് വരാനാകെ അതിനുള്ള അവസരമാകട്ടെ. നിങ്ങളുടെ കയ്യില, ഓരോരുത്തരുടെ കയ്യില. നമുക്ക് എല്ലാവർക്കും ഈ ആഴ്ച നല്ലൊരു കുമ്പസാരം കഴിച്ച് ശരിക്കും ഈശോ നമുക്കായി നേടിയെടുത്തത് നമ്മുടെ സ്വന്തമാക്കാം. നമുക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുക, എഴുതിയെടുക്കണ്ടേ.
ഇപ്പോൾ ഒരാഘോഷമാകട്ടെ നമ്മുടെ ഈ പ്രാവശ്യത്തെ കുമ്പസാരം അല്ലാണ്ട് പേടിച്ച് പറിച്ചൊന്നും ചെയ്യേണ്ട കാര്യമല്ല. കുമ്പസാരിപ്പിക്കുന്ന അച്ഛനൊന്നുമല്ല നമുക്ക് ഇത് തരുന്നത്, ഈശോമിശിഹായ. പിന്നെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന കാശീർമാരായി അച്ഛന്മാര്, ഈശോമിശിയെ ഏൽപ്പിച്ചിരിക്കുന്നവര്. അപ്പൊ അവരുടെ അടുത്ത് ചെന്ന് അവിടെ ഞാനിപ്പോൾ ബാങ്കിൽ ഒന്നും പോകുന്നില്ലെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല, അവിടെ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ നേരിട്ട് തമ്പുരാനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും ഞാൻ വെച്ചിരിക്കുന്ന സിസ്റ്റം അതാണല്ലോ, അപ്പം വേറെ വഴിയില്ല. പക്ഷെ ഇങ്ങനൊരു എളുപ്പ വഴി ഉണ്ട് താനും. നമുക്കെല്ലാവർക്കും അങ്ങനെയൊരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ഒരു ആത്മാർത്ഥതയോടെ നല്ലൊരു കുമ്പസാരം കഴിച്ച് ആ അനുഭവത്തിലേക്ക് വരാനിടയാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നല്ല കുമ്പസാരത്തിലൂടെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഓരോ നിമിഷവും വിശ്വാസത്തിലൂടെ ഉളവാകുന്ന അത്ഭുത ലോകത്ത് ജീവിക്കുവാനായിട്ടുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനുമുള്ളത്. തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് നന്ദി കൊച്ചു പ്രായത്തിൽ തന്നെ ഈശോയ്ക്ക് പൂർണ്ണമായും സമർപ്പിച്ച് ദൈവരാജ്യത്തില് വസിക്കുന്ന ആലിസേച്ചി ഓരോ നിമിഷവും ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആ ജീവിതത്തില് അത് അനേകം ആളുകളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഒരു വിളിയാണ് തനിക്ക് ലഭിച്ചതെന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആ ജീവിതത്തിന്റെ മുന്നില് ഇന്ന് ഈ നിമിഷം ഞങ്ങൾക്ക് പറയുവാനുള്ളത് നന്ദിയുടെ വാക്കുകളാണ്. കാരണം ഈ പ്രായത്തിലും വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് തന്റെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് മിസ്സിയുടെ സാന്നിധ്യം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അലിസേച്ചിയിലൂടെ ഞങ്ങളോട് സംസാരിച്ച എല്ലാ കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി സമാപന സന്ദേശമാണ്. അതിനായി വെരി റവറൻഡ് ഫാദർ തേജസ് IMS, അദ്ദേഹം കൂട്ടുപുഴ IMS ധ്യാനാശ്രമത്തിന്റെ ഡയറക്ടർ കൂടിയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സമാപന സന്ദേശം നൽകുവാനും ആശീർവാദം നൽകുവാനുമായിട്ട് ക്ഷണിക്കുന്നു. ബിജു, കൂട്ടുപുഴ ഭയങ്കര മഴയായതുകൊണ്ട് അച്ഛന് നെറ്റ് കിട്ടുന്നില്ല, കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പ്രിൻസ് പിതാവിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, അത് നമുക്കിടാം. ഓക്കെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുവിശേഷം പ്രഘോഷിക്കുക എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും അടിസ്ഥാന കടമയാണ്. ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കി നിങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനായി പരിശീലനം നേടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പരിശീലനത്തിന് എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഈ അവസരത്തിൽ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് 2-3 ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 900ാമത്തെ ഖണ്ഡിക വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസയിൽ നിന്നാണ്. ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വൈദികരുടെയും സമർപ്പിതരുടെയും ഒക്കെ കടമ മാത്രമാണ് എന്ന്. പക്ഷേ സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് പുരോഹിത പട്ടത്തിൽ നിന്നോ സന്യാസ ജീവിതത്തിൽ നിന്നോ അല്ല, മറിച്ച് മാമോദീസയിൽ നിന്നാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1816ാമത്തെ ഖണ്ഡിക പഠിപ്പിക്കുന്നു, നിത്യരക്ഷ പ്രാപിക്കാൻ സുവിശേഷം കേൾക്കുകയും സുവിശേഷമനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ പോരാ, മറിച്ച് സുവിശേഷം പ്രഘോഷിക്കണം. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങളിൽ യേശു പറഞ്ഞു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ അംഗീകരിച്ചാൽ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ തള്ളിപ്പറയും. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നമ്മെ ഏറ്റുപറയണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ഈശോയെ ഏറ്റുപറയണം.
സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ യേശുവിന് സാക്ഷ്യം കൊടുക്കണം. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, നിത്യരക്ഷ പ്രാപിക്കാൻ സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, മറിച്ച് സുവിശേഷം പ്രഘോഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിലെനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കാത്തവർക്ക് ദുരിതം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നെക്കുറിച്ചോ എൻ്റെ സുവിശേഷത്തെക്കുറിച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ലജ്ജിച്ചാൽ മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും സ്വർഗദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ അവരെക്കുറിച്ച് ലജ്ജിക്കും. അപ്പോൾ ഈശോയെക്കുറിച്ചോ ഈശോയുടെ വചനത്തെക്കുറിച്ചോ നാം ലജ്ജിക്കരുത്. സുവിശേഷം നാം പ്രഘോഷിക്കണം. ആരാണ് പ്രഘോഷിക്കേണ്ടത്? സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരും പ്രഘോഷിക്കണം. ഈശോ 12 അപ്പസ്തോലന്മാരെ മാത്രമല്ല സുവിശേഷ പ്രഘോഷണത്തിനായി അയച്ചത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ഈശോ വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് അവരെ ഈ 2 പേരായി അയക്കുന്നു. വേറെ എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. കാരണം അതിനു മുമ്പ് മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സുവിശേഷകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേറെ എന്ന് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ 12 ശിഷ്യന്മാരെ അയക്കുന്നതിനെ കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാം. 10-ാമത്തെ അധ്യായത്തിലാണ് ലൂക്കാസ് സുവിശേഷകൻ വേറെ 72 പേരെ എന്ന് പറഞ്ഞിട്ട് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ 9-ാമത്തെ അധ്യായത്തിലെ 12 പേര് അപ്പസ്തോലന്മാർ 10-ാമത്തെ അധ്യായത്തിൽ ആ 72 പേരിൽ ഇല്ല. അവർ വേറെ 72 പേരാണ്. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈശോ അപ്പസ്തോലന്മാരെ മാത്രമല്ല സുവിശേഷ പ്രഘോഷണത്തിന് അയച്ചത്, മറ്റു ശിഷ്യന്മാരെയും സാധാരണ വിശ്വാസികളെയും സാധാരണ ഈശോയെ പിന്തുടരുന്നവരെയും ഈശോ ഈ ദൗത്യത്തിന് അയച്ചിരുന്നു. അപ്പോൾ അപ്പസ്തോലന്മാരും മെത്രാന്മാരും വൈദികരുമൊക്കെ ആ 12 എന്ന ഗണത്തിൽ പെടുന്നുവെങ്കിൽ സാധാരണ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളവർ 72 എന്ന ഗണത്തിൽ പെടുന്നു. 12 പേരെ ഈശോ അയച്ചിട്ടുണ്ട്, 72 പേരെയും ഈശോ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈശോ എല്ലാവരെയും സുവിശേഷം പ്രഘോഷിക്കാൻ അയച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ദൗത്യം തിരിച്ചറിഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. 140 കോടി ജനമുള്ള ഭാരതത്തിൽ ഇനിയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തികളുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്നാണ് പ്രിൻസ് പിതാവ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് പിതാവിന് റെക്കോർഡ് ചെയ്ത വാക്കുകളായിരുന്നു നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന് നമുക്ക് നന്ദി അറിയിക്കാം. അതുപോലെ തന്നെ അടുത്തത് സമാപന ഗാനം പാടുവാനായി ജോമി കെ ജോണിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ